ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നോക്കാം. ഞാനപ്പോൾ ഒരുപാട് കവറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഇതേപോലത്തെ ഒരുപാട് കവറുകൾ ഉണ്ടാവും. നമുക്ക് ചില സമയത്ത് ആവശ്യ സമയത്ത് നമുക്ക് കിട്ടില്ല. നമ്മളൊരു കവർ ആവശ്യം തേടുന്ന സമയത്ത് കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഇത്രയും കവറുകൾ നമുക്ക് ചെറിയൊരു സ്പേസിലേക്ക് ഒതുക്കി വെക്കുന്നതിൻ്റെ കേട്ടോ ആദ്യത്തെ ടിപ്സ്. അപ്പോൾ ഇത് ഞാൻ നീറ്റായിട്ടൊന്ന് മടക്കുകയാണ് ചെയ്യേണ്ടത്. നീളത്തിൽ മടക്കിയെടുക്കുക കേട്ടോ. ആദ്യം അതിനകത്ത് എയറില്ലാത്ത തരത്തിൽ ഒന്ന് ഇതേപോലെ മടക്കുക. അങ്ങനെ എല്ലാ കവറുകളും ഇതേപോലെ നീളത്തിൽ മടക്കി വയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കുക. അതിൻ്റെ ഏറ്റവും നമ്മൾ ഹാങ് ചെയ്യുന്ന ഭാഗം ഇതേപോലെ മടക്കിയതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്യുക. ഇതേപോലെ വെറുതെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മടക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ അത് മാത്രമേ നമ്മൾ മടക്കുന്നുള്ളൂ. പിന്നെ അത് റോൾ ചെയ്യുക. ഫസ്റ്റത്തെ കവർ റോൾ ചെയ്ത് ഫിനിഷ് ആവുന്നതിന് മുന്നേ മറ്റേ കവർ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ റോൾ ചെയ്യുന്നതിന് മുന്നേ 1 by 1 ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കുക എല്ലാ കവറുകളും കേട്ടോ. അപ്പോൾ കണ്ടോ 1 by 1 ആയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് പതുക്കെ റോൾ ചെയ്യുക. ഈ റോൾ ചെയ്ത കവറെല്ലാം വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ ചില സമയത്ത് പാർസൽ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വീറ്റ്സ് വാങ്ങുന്ന സമയത്തൊക്കെ കിട്ടുന്നൊരു ഇതേപോലത്തെ പ്ലാസ്റ്റിക് ഡപ്പ ഉണ്ടാവില്ലേ, ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടപ്പിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ കത്തി നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പൊന്നും വന്നിട്ടില്ല. പക്ഷേ ഓക്കെ, നമുക്ക് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ആദ്യം നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള കവറുകളില്ലേ, നമ്മൾ ഏറ്റവും ആദ്യം മടക്കിയതിൻ്റെ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് എന്നിട്ട് ആ ഹോള് വഴി നമ്മൾ ഫസ്റ്റത്തെ കവറിൻ്റെ ആ ടോപ്പ് ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുക. അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കവറുകൾ ഓരോന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. അടുത്തത് നോക്കാം. ഇതിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ കപ്പാണ്. ഈ ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളൊരു ഫോണിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കത്തി നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ആ കപ്പിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തായിട്ട് 2 മുറിവുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ മുറിവുണ്ടാക്കിയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത രീതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഐസ്ക്രീം കപ്പിൻ്റെ 2 സൈഡിലും ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ സ്പേസിലേക്കാണ് ഫോൺ വെക്കുന്നത് കേട്ടോ. നമ്മൾക്ക് പല ജോലി തിരക്കിൻ്റെ ഇടയിലും ഫോൺ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. നമ്മൾ മലയാളികൾക്ക് പുട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഈ പുട്ട് കഴിച്ചാൽ നെഞ്ചരിച്ചിലുണ്ടാവാറുണ്ട്. അങ്ങനെ നെഞ്ചരിച്ചിലില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുട്ട് വേവിക്കാനായിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക ചെയ്യേണ്ടത്. ഉലുവ കുതിർത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. അങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഈ വെള്ളം വേണം നമ്മൾ പുട്ട് വേവിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഈ ഉലുവ ഇട്ട വെള്ളത്തിൽ പുട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഈ പുട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചരിച്ചിൽ നമുക്കിതുകൊണ്ട് ഒഴിവാക്കാനായിട്ടും പറ്റും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ വേവിച്ചെടുക്കുന്ന പുട്ട് കഴിച്ചാൽ നെഞ്ചരിച്ചിൽ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയണേ. പുട്ട് വന്നതിന് ശേഷം ബാക്കി വരുന്ന ഉലുവയാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വെള്ളവും ഉലുവയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം അരച്ചിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ഷാമ്പു ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് വാഷ് ചെയ്ത് അതേ എഫക്റ്റ് ആയിരിക്കും ഈ ഒരു ഉലുവ ഇട്ടിട്ട് നമ്മൾ തല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ ഈ ഉലുവ ഇട്ട് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കീറിയതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് തുണികളുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കിച്ചണിൽ ഏറെ ഉപയോഗപ്പെടുന്ന അത്ര അത്യാവശ്യമായിട്ടുള്ള 2 തിങ്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഈ ഒരു പഴയൊരു ജീൻസാണ് ഒഴിവാക്കിയിട്ട് ഒരുപാട് നാളായിട്ട് ഒഴിവാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഞാനിത് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നു. നമ്മളെ വീട്ടമ്മമാർക്ക്, അതായത് വീട്ടമ്മമാർ എന്നല്ല, കിച്ചണിൽ ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പുട്ടുണ്ടാക്കുന്ന പുട്ടിൻ്റെ കുറ്റിയാണ്. അപ്പോൾ ഈ
ഇതിൻ്റെ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റിലും നമുക്ക് ചൂടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിലിക്കോൺ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇരിക്കുമ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് തട്ടുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിതാ അതിനൊരു പുറമെ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കവറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഏകദേശം ഒരു അളവ് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കൈയിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ടേപ്പിൽ നോക്കിയത്. നമ്മളുടെ കൈയിൻ്റെ അളവ് കണക്കാക്കിയിട്ട് തുണി കട്ട് ചെയ്താൽ മതി കേട്ടോ. പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് നീളത്തിൽ നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതേമാതിരി ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന പാർട്ടൊക്കെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള പീസ് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു 9 ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. 4 പീസ് ഒരേ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശം സെൻറ്ററിൽ വരുന്ന രീതിയിൽ കണ്ടോ, നല്ല വശം 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പുറം സ്റ്റിച്ച് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല വശം ഉള്ളിലാണ് കേട്ടോ. ഇന്ന് നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് അത് നല്ല സൈഡ് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ഒരു ഭാഗം അടിക്കാതെയാണ് വിടുന്നത്. കാരണം നമുക്കത് ഓപ്പോസിറ്റ് സൈഡിൽ മറിച്ചിടുന്ന സമയത്ത് വൃത്തിയായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുപോലെ ഉണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ ഇപ്പോൾ 3 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭാഗം പുറത്തേക്ക് വരും. ആ രീതിയിലാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുക. ഇനി ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ 2 ഭാഗവും നമുക്ക് രണ്ടും ഒന്ന് തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒട്ടിക്കുന്നൊരു ടേപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ ക്ലോത്തിലെല്ലാം ഒട്ടിക്കുന്നൊരു ടേപ്പ്, ഇതും കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് ആയാലും ഓക്കെ, നമുക്കതൊന്ന് 2 സൈഡിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. തുന്നി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് താഴെയും വരണം, ഒന്ന് മുകളിലും വരണം. അപ്പോഴാണ് നമ്മളത് മടക്കുന്ന സമയത്ത് രണ്ടും ജോയിൻ്റ് ആവുള്ളൂ. തുന്നി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പുട്ട് വേവിക്കാനായിട്ട് സ്റ്റവിൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കുറ്റിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് സ്റ്റവിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് പുട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ളത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ എനിക്ക് ഈസി ആയിട്ട് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതൊന്ന് റിമൂവ് ചെയ്തിട്ട് തൊട്ട് നോക്കുമ്പോഴാണ് നല്ല ചൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഇത് ഏറെ ഉപയോഗപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക കേട്ടോ. നല്ല ചൂടാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിച്ച് വാഷ് ചെയ്ത് സൂക്ഷിക്കാനായിട്ടും പറ്റും. ഇതുപോലത്തെ മറ്റൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതേ ജീൻസ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരുപോലത്തെ 4 പീസാണ് കേട്ടോ ഉള്ളത്. പിന്നെ കൂടാതെ ഇതേ സൈസിലുള്ള നമുക്കൊരു എക്സ്ട്രാ ഒരു പീസും കൂടി വേണം. അപ്പോൾ അങ്ങനെ 5 പീസാണ് ഇപ്പോൾ വേണ്ടത് കേട്ടോ. ഈ 5 പീസും ഞാൻ വെച്ചിട്ട് ഇതാ ഒരേപോലെ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കോർണറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ഷേപ്പിൽ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ എല്ലാ പീസിൻ്റെയും കോർണറെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 5 പീസാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് 4 പീസാണ് കട്ട് ചെയ്യാണ്ട്. പിന്നെ ഒരു പീസ് ഇത് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്ന കാണിക്കാം. ഫസ്റ്റ് 2 എണ്ണം ഇങ്ങനെ വെക്കണം കേട്ടോ. ഇതേപോലെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കട്ട് ചെയ്തിട്ടുള്ള പീസും അതേപോലെ വെക്കുക കേട്ടോ. നല്ല വശം നമുക്ക് കാണുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിനെ മറയ്ക്കുന്ന രീതിയിൽ നല്ല വശം അടിഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ വെച്ചതിന് ശേഷം ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെഷീൻ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല കേട്ടോ. നമുക്കത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ വിടുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്താണത് എന്ന് മനസ്സിലാവും. അപ്പോൾ അതാ കണ്ടോ, നമ്മൾ ഉള്ളിൽ ഇടയിൽ വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസില്ലേ, അതാണ് അത് നിൽക്കുന്നത്. ഇനി ബാക്കിയുള്ള നമുക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് 2 സൈഡിലും പോക്കറ്റ് വരുന്ന രീതിയിൽ നമുക്കിത് കിട്ടും കേട്ടോ. ഈ ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം കൂടി തുന്നി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 2 പോക്കറ്റിലൂടെ നമ്മളെ കൈ വെച്ചിട്ട് നമുക്ക് എത്ര ചൂടുള്ള പാത്രവും നമുക്ക് പിടിക്കാം കേട്ടോ. ധൈര്യമായിട്ട് പിടിക്കാം, ഒട്ടും തന്നെ ചൂട് പെടുകയില്ല കേട്ടോ. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചായയാണ് ഞാൻ ക്ലാസ്സിലേക്ക് മാറ്റാനായിട്ട് പോകുന്നത്. നമ്മുടെ കുടലിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ടിത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.